ഈ സ്കൂളിലും കോളേജിലും പഠിക്കാൻ ചെല്ലുമ്പോഴങ്ങനെയല്ലേ, മുൻനിരയിൽ അധിക സൗന്ദര്യമുള്ളവരൊക്കെ ഇരിക്കുക. അപ്പോൾ അവരോടാണ് എല്ലാവർക്കും ഇടി, അങ്ങോട്ട് കൂടാനുള്ള തെള്ള്. ഓടിക്കൂടി അവരോട് പറയും എന്താ പേര് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കൂട്ടും. പക്ഷേ 2-3 ആഴ്ച കൊണ്ട് ബോറടിക്കും. ആ വിരസമായ മനസ്സോടുകൂടി ക്ലാസ്സിൻ്റെ മുക്കിലും മൂലയ്ക്കും ഒക്കെ ആരോടും വലിയ സഹകരണമൊന്നും ഇല്ലാതിരുന്നവർ ഇവിടെ അടുത്ത് കൂടും. കാരണം അവരുടെ മനസ്സിന് ആ വലിയ സൗന്ദര്യവും തിരിച്ചറിയുക. അപ്പോൾ ആ വ്യക്തി പിന്നെ അവരുമായിട്ട് നമ്മൾ ആ കോളേജുകാരെ മൊത്തം ഏറ്റവും നല്ല ബന്ധം സൂക്ഷിക്കുക. ശരി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ഒത്തിരി ഉണ്ടായിട്ടും അതിലും അതൃപ്തി കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നേ? ഇപ്പോൾ ജ്യോതിഷപരമായിട്ട് മാത്രമല്ല, ആത്മീയപരമായിട്ടും നമ്മളിതിൻ്റെ ഈ 2 തലവും ഒന്ന് പറഞ്ഞു തരുമോ? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാത്തവരെന്ന് പറയുമ്പോൾ അതിന് 2 വശമുണ്ട്. ഒന്ന്, തൃപ്തിപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത തലം അറിയാനുള്ള ഒരു ആഗ്രഹത്താലുള്ള ഒരു ശ്രമം. അങ്ങനെ ഈ വിദേശികൾ, പ്രത്യേകിച്ച് ജൂതന്മാരങ്ങനെ ചിന്തിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ ലൈറ്റ്സിൻ്റെ മുമ്പിലും മൈക്കിൻ്റെ മുമ്പിലും ഒക്കെ ഇരിക്കുന്നത്. അവർ വീണ്ടും വീണ്ടും ഇതിനപ്പുറം എന്ത്, ഇപ്പം തന്നെ ഭാരമില്ലാത്ത വസ്തു കണ്ടുപിടിച്ചു, അതിലും ഭാരമില്ലാത്ത വസ്തു വീണ്ടും കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. റോബോട്ടുകൾ തല മാറ്റി വയ്ക്കുന്ന ഓപ്പറേഷനൊക്കെ നടത്തും. ഇതല്ല. അപ്പോൾ ഇനി എന്ത് എന്നുള്ള അറിയാനുള്ള ആഗ്രഹത്തിനെ വേണമെങ്കിൽ അതൃപ്തി എന്ന് പറയാം. പക്ഷെ അത് അതൃപ്തിയല്ല. അറിയാനുള്ള ആഗ്രഹമാണ്. ഇനി എന്ത്, ഇതിലും സൂക്ഷ്മമായി നമുക്ക് സുഖകരമായി ജീവിച്ചുകൂടെ. അത് മറ്റൊരു കാര്യം ആണിപ്പോൾ നമ്മൾക്ക് ഇവിടെ മുഖ്യമായിട്ടുള്ളത്. കാരണം എത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്തുവാ ഇത്, എന്തോ ഉണ്ട്, എനിക്കെന്തോ ഭാഗ്യമുണ്ട് പറ എന്ന് നമ്മളോട് ചോദിച്ചോളേ. എല്ലാം ഉണ്ട്. അപ്പം നമ്മൾക്ക് എല്ലാം ഉണ്ടായിരിക്കും, നമുക്ക് അതിശയമാകും. ഇതെന്താണ് ഇവരിങ്ങനെ പറയുന്നത്, എനിക്കെന്തോ ഭാഗ്യമുണ്ടെന്നാ എന്നിങ്ങനെ പറയും. അത് ഒരുതരം മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. ഈ മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രനെ കൊണ്ടാണ് അത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് വന്നു, അതുപോലെ തന്നെ ഇതിലും വന്നു മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രൻ. ചന്ദ്രന് ബലമില്ല എങ്കിൽ, ചന്ദ്രൻ അനിഷ്ടരാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ അതൃപ്തി പറച്ചിലേ കാണത്തുള്ളൂ. അപ്പോഴവർ ഈ വീട് പോരാ. ഇപ്പോൾ അടുത്ത കാലത്ത് ചില സ്ത്രീകൾ വരും, മോൻ്റെ കല്യാണമൊക്കെയായി, പക്ഷെ വീട് പോരാ, അതുകൊണ്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം കല്യാണം മതിയെന്ന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. ഞാൻ ചോദിച്ചു അതെന്താ, എനിക്കറിയാവുന്നതാണല്ലോ ആ വീട്, വലിയ വീടാണല്ലോ. ഇന്നത്തെ കാലത്തെ അനുസരിച്ചൊരു വീടല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നത്തെ കാലത്തെ അനുസരിച്ചും അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചൊരു വീടുണ്ടോ? സുഖകരമായി കിടക്കാനും ഉറങ്ങാനും നനയാതെയൊക്കെ ഇരിക്കാനും വായു സഞ്ചാരമുള്ളതുമായ വീട് ഉണ്ടെങ്കിൽ അതല്ലേ ഭേദം. അതൊന്നുമല്ല. ഇപ്പം എത്ര 10-14 മുറിയുള്ള അല്ലെ 10 മുറിയുള്ള 8 മുറിയുള്ള വീടുകളൊക്കെ ആയിരിക്കും ഈ പൊളിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ പെട്ടിക്കൂട് പോലുള്ള ഒരു കൊച്ചു വീട് വെച്ചിട്ട് അവസാനം അതിനകത്ത് സ്വസ്ഥമാകുമെന്നാണ് വിചാരം. അത് അടുത്ത 10 വർഷത്തിനുള്ളിൽ പൊളിക്കും, അത് വേറെ കാര്യം. അപ്പോഴിങ്ങനെ അതൃപ്തി വന്നുകൊണ്ടേയിരിക്കുന്നത്. മനസ്സിൻ്റെ കാരകനാകുന്ന ചന്ദ്രന് ബലവുമില്ല, ദോഷരാശികളിലെ നിൽപ്പ്, ഇതെല്ലാം കൂടി. ആ അഷ്ടമത്തിലൊക്കെ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ, ഗ്രഹനിലയിലൊക്കെ വന്നാൽ അങ്ങനെ തന്നെ വരും. ചിലപ്പോൾ വലിയ ധൈഷണികതയുള്ളയാളായിരിക്കും, ഒരുപാട് കഴിവ് കാണും, ഒരുപാട് വലിയ നിലകളിലൊക്കെ ആയിരിക്കും വിരാജിക്കുന്നത്. ഇതൊക്കെയാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലിരിപ്പിത, അവരിങ്ങനെ അതൃപ്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരോട് നമുക്ക് അടുത്ത് സഹകരിക്കാനൊക്കെ ഇല്ല. അവർ വളരെ കംഫർട്ടബിൾ അൺഹാപ്പി ആയിരിക്കും. എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ അൺഹാപ്പിയാണ്. എന്നാൽ ഇതിന് മറ്റൊരു വശമുണ്ട്. ഈ അൺഹാപ്പി ആണെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴും ഇതിൻ്റെ അപ്പുറം അറിയാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് അത് പോകുന്നുവെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ഇതങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു എന്ന് വയ്ക്കുക. എനിക്ക് സൗന്ദര്യമുണ്ട്, അത് എളുപ്പം ആളുകൾക്ക് ദഹിക്കുന്ന ഒരു ആശയം തന്നെ ഞാൻ എടുത്തിട്ടത്. ബൗദ്ധികതയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ സൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാം? അതെല്ലാവരും ചിന്തിക്കുന്നു, എങ്ങനെ വർദ്ധിപ്പിക്കാം? അപ്പോൾ സൗന്ദര്യത്തിൻ്റെ വർധനം ഒന്ന്, മുഖം ഇങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണം, പിന്നെ അത് അങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ആർഗൻ ഓയിലും അതുമൊക്കെ മുഖത്തൊക്കെ പുരട്ടി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് എല്ലാവരും, ഇങ്ങനെയൊക്കെയുള്ളവരെയൊക്കെ എനിക്കറിയാം. ഇങ്ങനെ എന്തൊക്കെ പദ്ധതികൾ ചെയ്യാവോ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറിയോ കോസ്മെറ്റിക് സർജറിയോ ഒക്കെ ചെയ്ത് അങ്ങനെ സുന്ദരമായി വയ്ക്കുക. ഇനി മുഖം പഴയ പമീല ബോർഡേഴ്സിനെയൊക്കെ പോലെ ഒരു മിസ് പമീല ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും വിരൂപയായ സ്ത്രീ, അതീവ സുന്ദരിയായി സൗന്ദര്യ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി, അങ്ങനെയൊക്കെ വന്നു. അപ്പം നമുക്ക് എങ്ങനെയും ആകാം. ഇനി സൗന്ദര്യത്തിന് അടുത്ത തലമുണ്ട്. എൻ്റെ ചലനം സുന്ദരമാണോ? അതീവ സുന്ദരികളായ അല്ലെ സുന്ദരന്മാരായ പുരുഷന്മാരെ നോക്കൂ, ചലനം സുന്ദരമല്ല. അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ ബോഡി ബിൽഡിങ്ങും അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്ത് നേരത്തായിട്ടൊക്കെ ഇരിക്കാം, പക്ഷേ ചലന സൗന്ദര്യം ചിന്തിക്കാം. ഇനി ചലന സൗന്ദര്യത്തിൻ്റെ അതീവ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ, ചലന സൗന്ദര്യത്തിന് പല ഭാഗങ്ങളുണ്ട്.
ചുണ്ടുകളുടെ ചലനം, കൺപോളകളുടെ ചലനം, അംഗങ്ങളുടെ ചലനം, നടപ്പിൻ്റെ ചലനം, ഇരിപ്പിൻ്റെ ചലനം, ഇങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഇനി അടുത്ത ചലനത്തിൻ്റെ സൂക്ഷ്മത എങ്ങനെയാണ്? ഭാവം വരുമ്പോൾ പൂവിനെക്കുറിച്ച് പറയുമ്പോൾ പൂവിനെക്കുറിച്ചുള്ള നമ്മളോട് സംസാരിക്കുന്നവർക്ക് നമ്മുടെ മുഖത്തു നിന്നൊരു പൂ കാണാൻ സാധിക്കണം. അങ്ങനെയാണ് പിന്നെ അതിൻ്റെ ചലന സൂക്ഷ്മത അടുത്തത്. ദേഷ്യം പറയുമ്പോൾ ദേഷ്യം മുഖത്ത് വന്നിരിക്കണം. ദുഃഖം വരുമ്പോൾ അറിയാതെ ഒരു ദുഃഖഛവി മുഖത്ത് വരണം. ഇനി അടുത്തതോ ശബ്ദ സൗന്ദര്യം. ഞാൻ മനോഹരമായിട്ടാണോ സംസാരിക്കുന്നത്, അതോ മാക്രി പേക്കറോം എന്ന് പറയുന്ന പോലെയാണോ എൻ്റെ ശബ്ദം? ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ട്യൂണിങ് നമ്മൾ നടത്തണം. കൂടുതൽ ഭാഷ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ കൂടുതൽ ഭാഷകളെന്നല്ല, ഭാഷയുടെ കൂടുതൽ സൂക്ഷ്മവശങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ പിന്നെ ശബ്ദം എങ്ങനെയാണ്, അതിന് വായിച്ചു നോക്കി പഠിക്കണം. പഴയ പോലെ പുസ്തകങ്ങൾ വായിക്കണം. ഇന്നത്തെ പുതിയ തലമുറകൾക്ക് സ്കൂളിൽ പുസ്തക വായന ഇല്ലല്ലോ. അതുകൊണ്ട് അവരുടെ എല്ലാം ശബ്ദം ഈ ചൂട് കപ്പയോ ചൂട് ചേമ്പൊക്കെ വായിലിടുന്നത് പോലെയാണ്. അങ്ങനെയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൗന്ദര്യത്തിൻ്റെ പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള യാത്രയാണ് അവിടെ. അപ്പോഴും നമ്മൾ പറയും കറുപ്പോ വെളുപ്പോ അല്ല സൗന്ദര്യത്തിൻ്റെ നമ്മുടെ മാനദണ്ഡമായിട്ട് നോക്കുന്നത് എന്നൊക്കെയുള്ളതിലേക്ക് വരും. അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും അതീവ സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള യാത്രയെ അതൃപ്തിയായിട്ട് നമ്മൾ കൂട്ടേണ്ടതില്ല. പക്ഷേ ഇപ്പോഴാളുകളല്ല സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കൂടി ഇപ്പൊ കാഴ്ചയിലും എല്ലാത്തിലും സൗന്ദര്യം ഉണ്ട്, സെറ്റാണെന്ന് നമുക്ക് തോന്നുന്നവർ പോലും വീണ്ടും ഇപ്പൊ കളറിന്റെ കാര്യത്തിൽ എനിക്കിനി ഒന്നുകൂടെ വെളുക്കണം. അപ്പം അത് ശരിക്കും ഒരു അതൃപ്തിയല്ലേ? ഒരുപാട് സംഭവമില്ലേ? ഗ്ലൂട്ടാത്തിയോൺ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാതെ മാനസിക സൗന്ദര്യം, രൂപസൗന്ദര്യം മാത്രം പോരാ. ഇന്ത്യയിലെ ഏതൊരു സുന്ദരി ഒരിക്കൽ മിസ് വേൾഡ് കിട്ടാൻ നേരത്തെ ഈ പണം എല്ലാം കൂടെ കിട്ടി എന്ത് ചെയ്യുന്ന വെച്ചപ്പോൾ ഇന്ത്യ വിട്ട് ക്രിക്കറ്റ് കോർട്ട് പണിയെന്ന് മറ്റോ പറഞ്ഞ് അവരുടെ അവസരം പോയി അവരുടെ. അപ്പോൾ അത് മാനസിക സൗന്ദര്യക്കുറവ്, ആരെയും സഹായിക്കാൻ താല്പര്യമില്ല അല്ല. ഒരുപാട് സൗന്ദര്യമുള്ള ആളുകളെ നോക്കൂ, അവർ വളരെയേറെ ആസുരിക ബുദ്ധിയായിരിക്കും പലപ്പോഴും. അടുത്തറിയുമ്പോൾ നമ്മൾ അകലും. ഈ സ്കൂളിലും കോളേജിലും പഠിക്കാൻ ചെല്ലുമ്പോഴങ്ങനെയല്ലേ, മുൻനിരയിൽ അധിക സൗന്ദര്യമുള്ളവരൊക്കെ ഇരിക്കുക. അപ്പോൾ അവരോടാണ് എല്ലാവർക്കും അങ്ങോട്ട് കൂടാനുള്ള തെള്ള്. ഓടിക്കൂടി അവരോട് പറയും എന്താ പേര് എന്നൊക്കെ ചോദിച്ച് എല്ലാവരും കൂട്ടും. പക്ഷേ 2-3 ആഴ്ച കൊണ്ട് ബോറടിക്കും. ആ വിരസമായ മനസ്സോടുകൂടി ക്ലാസ്സിൻ്റെ മുക്കിലും മൂലയ്ക്കും ഒക്കെ ആരോടും വലിയ സഹകരണമൊന്നും ഇല്ലാതിരുന്നവരെ അടുത്ത് കൂടും. കാരണം അവരുടെ മനസ്സിന് ആ വലിയ സൗന്ദര്യവും തിരിച്ചറിവ് വരും. ആ വ്യക്തി പിന്നെ അവരുമായിട്ട് നമ്മൾ ആ കോളേജുകാരൻ മൊത്തം ഏറ്റവും നല്ല ബന്ധം സൂക്ഷിക്കുക. അതുപോലെയാണ് ഇതെല്ലാം ഈ അതൃപ്തിയെ വശം നമ്മൾ വേറെ കാര്യങ്ങളിലേക്കൊക്കെ ഒത്തിരി പോയതെന്ന് പറഞ്ഞു. ഈ അതൃപ്തിയെക്കുറിച്ച് ആ അതൃപ്തി മാറണമെങ്കിൽ ഗ്രഹനിലയിൽ ചന്ദ്രനെക്കുറിച്ച് തന്നെയുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. ചന്ദ്രൻ എത്ര നന്മയോടുകൂടി നല്ല രീതിയിലല്ലയോ, അതിന് വേറെ ജ്യോതിഷത്തിൻ്റെ മെത്തേഡ്സ് വേറെ ഒത്തിരി ഉണ്ട്. ജ്യോതിഷത്തിൻ്റെ വശത്ത് പഠിക്കുന്നവർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ബാഹ്യമായി നമ്മൾ ചെയ്യേണ്ടത് ജ്യോതിഷവശം തന്നെ ഈ ചന്ദ്രൻ്റെ ദോഷങ്ങളെ അതിജീവിക്കാൻ പറ്റിയ മന്ത്രങ്ങൾ ജപിക്കുക. ദുർഗയെക്കുറിച്ചാണ് അതിനു വേണ്ടി പറയുന്നത്. പിന്നെ സുന്ദര രൂപത്തിലുള്ള ദേവതകളെ ആരാധിക്കുക. ഇതൊക്കെ മനസ്സിൻ്റെ ഈ അതിർത്തി മാറിക്കിട്ടും. പിന്നെ അടിസ്ഥാനപരമായി നമുക്ക് ഏത് കഴിവാണോ ഉള്ളത് ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ അതിർത്തി അങ്ങ് പോയി കിട്ടും. നമ്മുടെ മനസ്സിലെ നന്മയുടെ മൺകൂന അതായിരുന്നു. തിന്മയുടെ മൺകൂന ഈ പ്രാകൃതത്വങ്ങൾ, ഈ അതൃപ്തിയൊക്കെ, അതിനെ മാറ്റാം. ഈ നന്മയുടെ മൺകൂനയുടെ മണ്ണിട്ട് അങ്ങ് വളർത്തുക. അപ്പോൾ ഇതങ്ങ് അടിയിലയിപ്പിക്കുള്ളൂ. അപ്പോൾ മനസ്സിൻ്റെ നമ്മുടെ പ്രത്യേകമായ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതിനെയെല്ലാം പൊടി തട്ടി ഉണർത്തിയെടുക്കുക. അപ്പോഴേക്ക് ഈ അതൃപ്ത മനോഭാവം പോകും. അതിന് ചന്ദ്രപൂജ, ചാന്ദ്രായണ വ്രതം വേദങ്ങളിൽ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ കൂടുതൽ ആരും ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അത് ചെയ്യുന്ന നല്ലതാണ്. പിന്നെ ശരത്കാല ചന്ദ്രിക ഏൽക്കുക, അങ്ങനെയുണ്ട്. ശരത്കാലം വരുന്നത് എപ്പോഴാണ്? കന്നിയുടെ 2ാമത്തെ ആഴ്ച മുതൽ, കന്നി മാസത്തിൻ്റെ 2ാമത്തെ ആഴ്ച മുതൽ, കന്നി തുലാം വൃശ്ചികത്തിൻ്റെ 2ാമത്തെ ആഴ്ച വരെ വരുന്നതാണ്. ഏകദേശമാണ് പറയുന്നത് ഈ ശരത്കാലം. ഈ ശരത്കാല ചന്ദ്രികയെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുന്നത് മനസ്സിനും ശരീരത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ഒത്തിരി ഉത്തമമാണ്. അപ്പോൾ ഇതൊക്കെ മാഞ്ഞു പോയിരിക്കുന്ന രഹസ്യ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, ദുർഗാദേവിയുടെ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക, എല്ലാം ചെയ്യുക. അതോടുകൂടി മനസ്സിൻ്റെ അതിർത്തി മാറും. താങ്ക് യു സർ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ
താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.